നമസ്കാരം. AUP സ്കൂൾ ചങ്ങലേരി തരംഗം FM 2.0 റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ നയന. ആദ്യം തന്നെ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. അധ്യാപക ദിനമായ ഇന്ന് 4ാം ക്ലാസ്സിലെ അധ്യാപകരാണ് തരംഗം FM നയിക്കുന്നത്. 2015-2016 അധ്യയന വർഷത്തിൽ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികച്ച 10 അധ്യാപകരെ കണ്ടെത്തി ആദരിക്കുന്ന മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവറുകളുടെ പദ്ധതിയായ എക്സലൻസി 2015-16 ചങ്ങലേരി AUP സ്കൂളിൽ നിന്നും ശ്രീ ജയമുകുന്ദൻ മാസ്റ്റർ അർഹനായി. ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജയമുകുന്ദൻ മാസ്റ്ററാണ്. തരംഗം FM 2.0യിലേക്ക് ജയമുകുന്ദൻ മാസ്റ്ററിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപകരെ ആദരിക്കുന്നതിനും അധ്യാപനത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതിനുമുള്ള ദിനം. മാതാപിതാ ഗുരുദൈവം എന്ന ചൊല്ലിൽ ഗുരുവിൻ്റെ സ്ഥാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്കും ആ വ്യക്തി ആരാധിക്കുന്ന ദൈവത്തിനും ഒപ്പമാണ് എന്നതിൽ നിന്ന് തന്നെ സമൂഹം പണ്ട് മുതൽക്കേ ഗുരുക്കന്മാർക്ക് നൽകി വന്നിരുന്ന ആദരവിൻ്റെ മഹത്വം മനസ്സിലാക്കാനാവും. മാതാവിൻ്റെ സ്നേഹലാളനയ്ക്കും പിതാവിൻ്റെ മാർഗദർശനത്തിനും ശേഷം ഒരു വ്യക്തിയെ ജീവിത വിജയത്തിന് പ്രാപ്തനാക്കുന്ന മഹത്തായ കർമ്മം ചെയ്യുന്നവരാണ് ഗുരുക്കന്മാർ. ഗുരുവും ദൈവവും ഒരുമിച്ച് വന്നാൽ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സംശയമില്ല, ഗുരുവിനെ തന്നെയാണ്. കാരണം ദൈവത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഗുരുവാണല്ലോ എന്നാണ് കാലങ്ങൾക്ക് മുമ്പേ അധ്യാപകരുടെ മഹത്വത്തെക്കുറിച്ച് കബീർദാസ് പറഞ്ഞത്. ഇവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട 2 സംഗതികളുണ്ട്. ഒന്ന്, അധ്യാപകർ ചെയ്യുന്ന സേവനം എത്രമാത്രം മഹത്തരമാണെന്ന് സമൂഹം തിരിച്ചറിയുകയും അവരെ ആദരിക്കുകയും ചെയ്യുക. 2, താൻ ചെയ്യുന്ന ജോലിയുടെ മഹത്വം സ്വയം തിരിച്ചറിയുകയും അത് കൂടുതൽ മഹത്തരമാക്കാൻ അധ്യാപകർ സ്വയം തയ്യാറാവുകയും ചെയ്യുക എന്നതുമാണ്. മനുഷ്യകുലം ഇന്നേവരെ നേടിയ അറിവുകൾ തലമുറകളിലേക്ക് കൈമാറുകയും ജ്ഞാനനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതോടൊപ്പം അച്ചടക്കവും മാനവികതയുമുള്ള തലമുറകളെ വാർത്തെടുക്കുക കൂടി ചെയ്യുക എന്ന കർത്തവ്യമാണ് അധ്യാപകർ ചെയ്യുന്നത് എന്ന ബോധം സമൂഹത്തിനും അധ്യാപകർക്കും ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ അധ്യാപക ദിനവും മുന്നോട്ട് വയ്ക്കുന്നത്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം എങ്കിലും ഇന്ത്യയിൽ നമ്മുടെ 2ാമത്തെ രാഷ്ട്രപതിയും മികച്ച അധ്യാപകനുമായിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 രാജ്യം അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത്. ഈ ദിനത്തിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികച്ച അധ്യാപകർക്കുള്ള അവാർഡുകൾ നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു. ഈ വർഷം നമ്മുടെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ കൊണ്ടൂർക്കുന്ന് VP AUPSലെ മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ ശിവപ്രസാദ് മാസ്റ്റർ ദേശീയ അധ്യാപക അവാർഡിന് അർഹത നേടിയിരിക്കുന്നു. പാലക്കാട്ടെ ശശിധരൻ മാസ്റ്റർ, പൊറ്റശ്ശേരിയിലെ മൈക്കിൾ മാസ്റ്റർ, കരിമ്പുഴയിലെ ദേവരാജൻ മാസ്റ്റർ എന്നിവർ ജില്ലയിൽ നിന്നും സംസ്ഥാന അധ്യാപക അവാർഡിനും അർഹത നേടിയിരിക്കുന്നു. അവർക്കും അവരോടൊപ്പം അവാർഡിന് അർഹരായ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം മുഴുവൻ അധ്യാപക സുഹൃത്തുക്കൾക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യാപക ദിന ആശംസകളുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ലീന ടീച്ചർ. ഒരു കുഞ്ഞു തിരിയാണ് എങ്കിലെന്ത്, ഈ നാളമണയും വരേക്കും ജ്വലിച്ചു നിൽക്കാം. അരികിലെ ഇത്തിരി വട്ടത്തിലെങ്കിലും അറിവിൻ്റെ വെട്ടം പകർന്നു നൽകാം. അതെ, അറിവിൻ്റെ നാളമായി മരണം വരെയും ജ്വലിച്ചു നിൽക്കുന്നവരാണ് അധ്യാപകർ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ. അധ്യാപക ദിന സന്ദേശവുമായി ഇതാ നിങ്ങളുടെ സിബി ടീച്ചർ. മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പം മനസ്സിൽ പതിഞ്ഞുപോയ സംസ്കാരമാണ് നമ്മുടേത്. അനുഭവജ്ഞാനത്തിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ ബലത്തിലാണ് ഒരു അധ്യാപകൻ നമ്മൾക്ക് വിദ്യ ഉപദേശിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ
അവരെ എത്ര തന്നെ പുകഴ്ത്തിയാലും ഓർത്താലും ഒന്നും മതിയാവില്ല. ആഗോളതലത്തിൽ ഒക്ടോബർ 5-നാണ് അധ്യാപക ദിനം ആചരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് സെപ്റ്റംബർ 5-നാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. വിദ്യാഭ്യാസ കാലയളവിൽ നമ്മൾ ഓരോരുത്തർക്കും താങ്ങായും തണലായും ഒക്കെ കൂടെ നിന്ന അധ്യാപകർ ഏറെയുണ്ടാവും. അവരെ ഓർക്കാനും അവർക്ക് ആശംസകൾ അറിയിക്കാനും അതിലുപരി ഗുരുശിഷ്യബന്ധം പുതുക്കാനുമുള്ള മികച്ച അവസരമാണ് ഈ ദിനം നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അധ്യാപക ദിനത്തിൽ ഒരു കൊച്ചു കഥയുമായി നമ്മുടെ അനീസ് മാഷ്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തത്വചിന്തകനും അധ്യാപകനുമൊക്കെയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാറിൻ്റെ ജന്മദിനമാണല്ലോ നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു കഥ ഞാൻ പറയാം. പ്രാചീനമായ ഒരു ആശ്രമത്തിലെ മഹാഗുരുവിൻ്റെ മുന്നിലേക്ക് ഒരു യുവ സന്യാസി ഒരു നാൾ കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ ഈ ആശ്രമം വിട്ട് മറ്റൊരു ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിറയെ ദുഷ്പ്രചരണങ്ങളും അപവാദങ്ങളുമാണ്, നിറയെ നിഷേധാത്മക സമീപനങ്ങളാണ്. എനിക്ക് സമാധാനപരമായി ധ്യാനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, നീ പൊക്കോളൂ, പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്നിട്ട് ഗുരു ഒരു സ്പൂൺ നിറയെ വെള്ളമെടുത്ത് ശിഷ്യൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ഈ ആശ്രമത്തിന് ചുറ്റും വലം വെക്കണം. ശിഷ്യൻ സമ്മതിച്ചു. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ആ ശിഷ്യൻ ആശ്രമത്തിന് ചുറ്റും സഞ്ചരിച്ചു. എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുരു ചോദിച്ചു, നീ ഇത് വലം വെക്കുന്ന സമയത്ത് വല്ല നിഷേധാത്മകമായ വർത്തമാനങ്ങളും നീ കേട്ടിരുന്നു? നിന്നെക്കുറിച്ച് എന്തെങ്കിലും ദുഷിച്ചു പറയുന്നതായി നീ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? വല്ല അപവാദങ്ങളും നീ കേട്ടിരുന്നു? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഞാനെങ്ങനെ കേൾക്കാനാണ് ഗുരു, എൻ്റെ ശ്രദ്ധ അത്രയും ഈ വെള്ളം പോകാതെ സൂക്ഷിക്കുന്നതിലായിരുന്നു. അപ്പോൾ ഗുരു തൻ്റെ മുഖത്ത് തേജോമയമായ ഒരു മന്ദഹാസം വിടർത്തിക്കൊണ്ട് പറഞ്ഞു, ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൽ ഒരുവൻ സമ്പൂർണമായി മുഴുകുകയാണെങ്കിൽ ചുറ്റുമുള്ള നിഷേധാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോവുകയില്ല. ആവശ്യമില്ലാത്തവയൊന്നും കാതുകളിലും മനസ്സുകളിലും പതിക്കുകയേയില്ല. ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിലേക്ക് നീ പോയാലും അവിടെയെല്ലാം ഉണ്ടാവും നിഷേധാത്മക സമീപനം പുലർത്തുന്ന ചില മനുഷ്യർ. ഗുരുവാക്യം എത്രയോ പ്രസക്തമാണ്. നെഗറ്റീവ് വാർത്തകൾക്കും പ്രവർത്തികൾക്കും സമൂഹത്തിൽ അമിത പ്രാധാന്യം കിട്ടുന്നതെന്തുകൊണ്ടായിരിക്കാം? ഒരുപാട് പേർ അതിനായി കാതും കണ്ണും നൽകുന്നതുകൊണ്ട് തന്നെ. മനുഷ്യരിലെ നന്മ കാണാൻ ധീരത വേണം, മനസ്ഥൈര്യം വേണം. നാം ആരും പൂർണ്ണരല്ല. നാം തെറ്റുകൾ വരുത്തിക്കൊണ്ടേയിരിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലായാലും പൊതുസമൂഹത്തിൽ നേരിട്ടിറങ്ങിക്കൊണ്ടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊട്ടും യോജിക്കാനാവാത്ത എത്രയോ കാര്യങ്ങൾ അവിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവും. നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അവ തികച്ചും വിഭിന്നവുമാവും. ആ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അവയോട് പ്രതികരിക്കേണ്ടത് എന്ന് നാം വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. പോസിറ്റീവ് കാര്യങ്ങളുമായാണോ നെഗറ്റീവ് കാര്യങ്ങളുമായാണോ സഹകരിക്കേണ്ടതെന്ന് നമ്മുടെ ചിന്താവിഷയമായിരിക്കണം. സ്വന്തം വിഷയത്തിലും ലക്ഷ്യങ്ങളിലും മുന്നിൽ നിൽക്കുമ്പോൾ ഏകാഗ്രത പുലർത്തുമ്പോൾ പ്രസക്തമല്ലാത്തവ നാം കേൾക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും എനിക്കിത് തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ പഠനത്തിലായാലും അത് കളികളിലായാലും മറ്റെന്തിലായാലും ഏകാഗ്രതയോടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ മറ്റുള്ള ഒന്നും നിങ്ങൾക്ക് തടസ്സമായില്ല. നിങ്ങൾക്കൊരു ശുഭദിനം നേരുന്നു. കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകരുന്നതിനായി നമ്മുടെ 4ാം ക്ലാസ്സിലെ പ്രിയ ഗായിക അഞ്ജന ടീച്ചർ. പ്രാണന്റെ പിന്നിലായി ഓർമ്മ തൻ തൂവൽ കൊണ്ടാരോ കുറിച്ചിട്ട കവിത, പലവേളയകതാരിൻ പഴയ സാരംഗിയിൽ തേങ്ങലായി ശ്രുതി പെയ്ത കവിത, ശിശിരം കുടഞ്ഞിട്ട സ്മരണപത്രങ്ങളാൽ വിരിയിട്ട വിജനമാം വഴിയിൽ തനിയെ ഞാൻ നീങ്ങവേ മിഴികളിൽ നോവിൻ്റെ നീർമുട്ടു വിരിയിച്ച കവിത, ഓർമ്മകൾക്കപ്പുറം ഒരു മുഗ്ധരാവിലിൻ കരൾ നീറി മിഴിവാർന്നു പെയ്കേ,
പ്രിയമുള്ളൊരാൾക്കുള്ള കവിത. ഒരു വർഷസന്ധ്യയിൽ ഒരു കുടക്കീഴിൽ നാം തോളോട് തോൾ തൊട്ടു പോകേ. പൂമഴത്തുള്ളികൾ കുസൃതിയായി കാതോരമാർദ്രമായി ചൊല്ലിയ കവിത. വിണ്ണിൻ ചെരുവിലാൽ പൊന്നിൻ ചെരാതുകൾ മിന്നിയ കാർത്തിക നാളിൽ കവിളത്തു നാണത്തിൻ ചുംബനച്ചാന്തിൻ്റെ നിർവൃതി അറിയുന്ന കവിത. ഓരിലക്കുമ്പിളിൽ നിന്നു പങ്കിട്ടൊരു സ്നേഹാമൃതത്തിൻ മധുരമോടെ നിന്നെ ഉറക്കുവാനാരോ തുറന്ന പഴങ്കഥ ചെപ്പിലെ കവിത. കൊഴിയാനൊരുങ്ങുന്ന മന്ദാര പുഷ്പത്തിൻ ഇതളിലെ ഹിമകണം പോലെ തനിയെ അലിഞ്ഞു നാളിരുളിൽ മറയുമി പൗർണമി ചന്ദ്രിക പോലെ. മിഴിനീരു പെയ്യാൻ വിതുമ്പുന്ന മാനത്തെ മേട്ടിലെ മുകിലുകൾ പോലെ വിടതരാനാകാതെ കവിൾ തൊടുക്കുന്നൊരു വാസന്ത സന്ധ്യയെപ്പോലെ. സ്മൃതികൾ തൻ നഖമുനയാർന്നുമൽ ഹൃദയത്തിൽ പൊടിയുന്ന ചോരച്ചുവപ്പായി ആത്മാവിൻ താളിലായി നോവിൻ്റെ തൂവലായി എഴുതുന്നൊരീ ചെറു കവിത. എൻ്റെ പ്രിയമുള്ളൊരാൾക്കുള്ള കവിത. എന്നെ പിരിയുന്നൊരാൾക്കുള്ള കവിത. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. പുതിയ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.